എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. രോഹിത് ശർമ്മയൊക്കെ മാറ്റി ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസിയൊക്കെ നൽകിക്കൊണ്ട് 6ാം കിരീടം നേടുമെന്ന വാശിയോടെ വന്ന മുംബൈ ഇന്ത്യൻസ്. പക്ഷേ സീസൺ അത്ര ശുഭകരമല്ല ഇതുവരെ മുംബൈയുടെ പോക്ക്. 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ പോയിൻ്റ് ടേബിളിൽ 7ാം സ്ഥാനത്താണ് ദൈവത്തിൻ്റെ സ്വന്തം പോരാളികൾ. ആകെ നേടാൻ സാധിച്ചത് 3 വിജയം 5 പരാജയങ്ങൾ. അവസാന മത്സരത്തിൽ രാജസ്ഥാനെതിരെ കയ്യിലിരിക്കേണ്ട മത്സരം പോലും കളഞ്ഞു പൊളിച്ച മുംബൈ ടീം. അപ്പോൾ രോഹിത് ശർമ്മ എന്ന എക്സ്പീരിയൻസ്ഡ് ക്യാപ്റ്റന് പകരം ഇത്തവണ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി ഏൽപ്പിച്ച മുംബൈയുടെ പദ്ധതികൾ പാളുന്ന കാഴ്ചയാണ് ഈ ഒരു സീസണിൽ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ T20 വേൾഡ് കപ്പ് അടുക്കാനിരിക്കെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റാർ ഓൾറൗണ്ടറായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ, എസ്പെഷ്യലി മുംബൈയുടെ ക്യാപ്റ്റൻ, IPL 2024 ഇതുവരെ 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും 8 മത്സരം കളിച്ചപ്പോൾ 8 മത്സരങ്ങളിൽ നിന്ന് 151 റൺസാണ് ഇതുവരെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഒരു അർദ്ധ സെഞ്ചുറി പോലുമില്ല. ഹൈ സ്കോർ ആവട്ടെ 39. സ്ട്രൈക്ക് റേറ്റ് വളരെ പരിതാപകരം തന്നെയാണ്. കാരണം ഹാർദിക് പാണ്ഡ്യ പോലൊരു ബിഗ് ഹിറ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 160-170 മുകളിലൊക്കെ സ്ട്രൈക്ക് റേറ്റാണ്. കാരണം നേരിടുന്ന ആദ്യ പന്ത് മുതൽ തന്നെ എതിരാളികളെ അല്ലെങ്കിൽ ഓപ്പോണൻസിനെ തലങ്ങും വിലങ്ങും ബൗണ്ടറി പായിക്കുന്ന ഹാർദിക്കിൻ്റെ എബിലിറ്റി പക്ഷേ ഇത്തവണ IPL നമുക്ക് കാണാൻ സാധിച്ചില്ല. സ്ട്രൈക്ക് റേറ്റ് 140-നും താഴെയാണ്. ആവറേജ് റൺസ് പെർ ഗെയിം ആവട്ടെ 20-ൽ താഴെയും. 12 ഫോറുകൾ അടിച്ചു, 7 സിക്സറുകൾ മാത്രമാണ് ഇതുവരെ 8 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഹാർദിക് പാണ്ഡ്യ എന്ന മുംബൈ നായകന് നേടാൻ സാധിച്ചിട്ടുള്ളത്. T20 വേൾഡ് കപ്പിൽ വമ്പൻ പോരാട്ടം തന്നെയാണ് ടീമിലിടം നേടാൻ ഹാർദിക് പാണ്ഡ്യയ്ക്കൊപ്പം യുവതാരം ശിവം ഡൂബെ, ചെന്നൈ സൂപ്പർ കിങ്സിലെ താരം, വളരെ മികച്ച ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു പ്രകടനം ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻ ഭാവിക്കും ഒപ്പം T20 വേൾഡ് കപ്പിലേക്കുള്ള ഇടം നേടാനുള്ള ഭാവിക്കും അത്ര കരുത്തു പകരില്ല. ഇനി ബൗളിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, പരിക്കൊക്കെ മാറി തിരികെ പന്ത് വീണ്ടും കയ്യിലെടുത്ത ഹാർദിക് പാണ്ഡ്യ 8 മത്സരങ്ങളിൽ 6 ഇന്നിങ്സിലാണ് ഇതുവരെ ബൗൾ ചെയ്തത്. 102 പന്തുകൾ ഇതുവരെ എറിഞ്ഞപ്പോൾ 186 റൺസാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. 4 വിക്കറ്റുകൾ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. ബെസ്റ്റ് ബൗളിംഗ് ഫിഗർ എന്ന് പറയുന്നത് 43-ന് 2 വിക്കറ്റ് നേട്ടമാണ്. ആവറേജ് റൺസ് കൺസീഡ് ചെയ്യുന്നത് 46-ന് മുകളിലാണ്. എക്കോണമി ആകട്ടെ വളരെ പരിതാപകരം തന്നെയാണ്. 10.9 ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറുടെ എക്കോണമി റേറ്റ് എന്ന് പറയുന്നത്. സോ ബാറ്റിലും ബൗളിങ്ങിലും ഒരുപോലെ മോശം പ്രകടനം തുടരുകയാണ് ഹാർദിക് പാണ്ഡ്യ. മുംബൈ ഇന്ത്യൻസിനെ മാത്രമല്ല, വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ നാഷണൽ ടീമിനും സെലക്ടേഴ്സിനും ഒരുപോലെ തിരിച്ചടിയാകും ഹാർദിക് പാണ്ഡ്യയെ പോലൊരു താരത്തിൻ്റെ ഔട്ട് ഓഫ് ഫോം. സോ കാത്തിരിക്കാം അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചു വരവിനായി. ഇല്ലെങ്കിൽ ഒരു പക്ഷേ മുംബൈയുടെ പദ്ധതികൾക്കൊപ്പം ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ സെലക്ടർമാരുടെ മനസ്സിൽ നിന്ന് പോലും ഹാർദിക് എന്ന പേര് മാറിയേക്കാം.